റാങ്കൈൻ ഇക്വേഷൻ ചോദിച്ച ആൾ ജോയിൻ ആയോ? എഫക്റ്റീവ് ലെങ്ത് അതുപോലെ തന്നെ തിയററ്റിക്കലും മറ്റേതും ഇങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ചോദിച്ച ആള് ജോയിൻ ആയോ? ആരാ ചോദിച്ചത് നേരത്തെ? എഫക്റ്റീവ് ലെങ്ത് രണ്ടും തമ്മിൽ ഡിഫറൻസോ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ജോയിൻ ആയോ? ഓക്കെ ഓക്കെ, ആദ്യം അത് ഡിസ്കസ് ചെയ്യാം. വോയിസ് ക്ലിയർ ആണല്ലോ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ? വൈറ്റ് സ്ക്രീൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ കേസിൽ വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് തിയററ്റിക്കൽ വാല്യൂ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വാല്യൂ ഇങ്ങനെ രണ്ട് കേസുകൾ എടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് ഞാനൊരു ടേബിൾ വരക്കാം. ആ ഓരോ കണ്ടീഷൻസും എൻ്റെ എഫക്റ്റീവ് ലെങ്ത്തും തമ്മിലുള്ള വേരിയേഷൻ. അവിടെ എൻഡ് കണ്ടീഷൻ തിയററ്റിക്കൽ, പ്രാക്ടിക്കൽ. ഫസ്റ്റ് കേസ് ബോത്ത് എൻഡ് ഹിഞ്ച്. ഇവിടെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് തിയററ്റിക്കൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 1.0 L. L എന്ന് പറയുന്നത് ആ കോളത്തിന്റെ ഒറിജിനൽ ലെങ്ത് എത്രയൊക്കെ ആകും. പ്രാക്ടിക്കൽ വാല്യൂ 1.0 L തന്നെയാണ്. ഇനി ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആവുന്ന കേസിൽ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5 L. പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.65 L. ഇത് ശരിക്കും RCCയിൽ വരുന്ന കാര്യമാണ് ഞാൻ ഈ പ്രാക്ടിക്കൽ സൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വൺ എൻഡ് ഫിക്സ്ഡ്, അതർ ഫ്രീ. അതായത് കാൻഡിലിവർ അതർ ഫ്രീ, മറ്റേ എൻഡ് കാൻഡിലിവർ. ഈ കേസിൽ എഫക്റ്റീവ് ലെങ്ത് 2L, പ്രാക്ടിക്കലും 2L. ഇനി വൺ എൻഡ് ഹിഞ്ച്ഡ്, അതർ ഫിക്സ്ഡ്. ഈ കേസിൽ നമുക്കറിയാം √2L, അല്ല സോറി L/√2, അതായത് 0.707 L. പ്രാക്ടിക്കൽ വാല്യൂ 0.8 L. അവർ ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ അതിൽ ചോദിച്ചത്. ഇവിടെ എങ്ങനെ മനസ്സിലാക്കും തിയററ്റിക്കൽ വാല്യൂ, എങ്ങനെ മനസ്സിലാക്കും പ്രാക്ടിക്കൽ വാല്യൂ, എങ്ങനെ മനസ്സിലാക്കും. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, അതായത് ക്വസ്റ്റ്യനിൽ എവിടെയും ആസ് പെർ IS 456 എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയററ്റിക്കൽ വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കോൺക്രീറ്റ് കോളം ഡിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IS 456 പ്രകാരം മിനിമം എക്സെൻട്രിസിറ്റി എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എടുക്കേണ്ടത് IS 456 പറയുന്ന ഈ വാല്യൂസ് ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ സർക്കുലർ കോളം വിത്ത് സെൻട്രൽലെസ് റേഷ്യോ 160, അതിൻ്റെ L/D റേഷ്യോ എന്താണ്, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി ഏത് വാല്യൂ എടുക്കണം,
തിയററ്റിക്കൽ വാല്യൂ എടുത്താൽ മതി. കാരണം അതിലവിടെ IS456 പറയുന്നില്ല. അത് കോൺക്രീറ്റ് കോളാണോന്ന് അറിയില്ല, വുഡൻ കോളാണോന്ന് അറിയുന്നില്ല, സ്റ്റീലാണോന്ന് അറിയുന്നില്ല. കോളം എന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രം കൺസിഡർ ചെയ്ത് ആൻസർ ചെയ്തത്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ വരുന്നത്. നമ്മൾ പ്രാക്ടിക്കലി എത്ര ബീം ഫിക്സ് അല്ലെങ്കിൽ എത്ര കോളത്തിന്റെ എൻഡ് എത്ര ഫിക്സഡ് ആക്കി വെച്ച് കഴിഞ്ഞാലും അത് പ്രാക്ടിക്കൽ കേസിൽ 100% ഫിക്സിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ഒരു കോളം ഉണ്ട്, ആ കോളം ബീമിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ബീമിലോട്ട് ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഫിഗർ വരക്കാണ്, റീഇൻഫോഴ്സ്മെന്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണെങ്കിലും മൈക്രോ സ്ട്രക്ചർ ലെവലിലെങ്കിലും ഇതിൽ ചെറിയ മൈന്യൂട്ട് ക്രാക്കുകളോ അല്ലെങ്കിൽ അവിടെ 100% കോമ്പാക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. 100% കോമ്പാക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ സ്ട്രക്ചർ ക്രാക്സ് ഫോം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മൈക്രോ സ്ട്രക്ചർ ക്രാക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 100% ഫിക്സഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് പാർഷ്യൽ ഫിക്സിറ്റി മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 95% ഫിക്സിറ്റി ഉണ്ട്, പക്ഷെ 100% ഫിക്സിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും സേഫർ സൈഡിലോട്ട് പോകാൻ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ കേസിൽ എഫക്റ്റീവ് ലെങ്ത്തിന്റെ വാല്യൂ 100% ഫിക്സിറ്റി എൻഷുർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു ഉയർന്ന വാല്യൂ എടുക്കും. ആ ഉയർന്ന വാല്യൂ ആണ് 0.65L. അത് നമ്മൾ എക്സ്പെരിമെന്റലി അങ്ങനെ അല്ലെങ്കിൽ പല കാര്യങ്ങളും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് US കോഡിൽ ഉൾപ്പെടുത്തിയ വാല്യൂ. അതുകൊണ്ടാണ് 0.65L എന്നുള്ള വാല്യൂ പ്രാക്ടിക്കൽ കേസിൽ വന്നത്. അതുപോലെ തന്നെ അതർ എൻഡ് ഫ്രീ ആവുന്ന കേസിലും വൺ എൻഡ് ഫിക്സഡും അതർ എൻഡ് ഹിഞ്ചഡ് ആവുന്ന കേസിലും 0.707L ആണ് നമുക്ക് എന്ത് തിയററ്റിക്കൽ വാല്യൂ വരുന്നത്. പ്രാക്ടിക്കൽ വാല്യൂ 0.8L. പക്ഷെ ഈ കേസിലൊന്നും നമുക്ക് ആ പ്രശ്നമില്ല, കാരണം വൺ എൻഡ് ഫ്രീയും അതർ എൻഡ് ഫിക്സഡും. ആ കേസിൽ ഓൾറെഡി നമ്മൾ ഹയർ വാല്യൂ 2L എന്ന് പറഞ്ഞ വലിയൊരു വാല്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് ആവുന്ന കേസിൽ നമുക്ക് ഫിക്സിറ്റിന്റെ പ്രോബ്ലം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ വേരിയേഷൻ വന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ചോദ്യം ചോദിച്ച ആൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി വേറെ ചോദിച്ചത് ആള് ജോയിൻ ആയോ? റാങ്കൈൻ ചോദിച്ച ആള് ജോയിൻ ആയോ? ജോയിൻ ആയെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്യൂ. റാങ്കൈൻ ഇക്വേഷൻ ഒന്നുകൂടി പറയാൻ പറഞ്ഞ ആള് ജോയിൻ ആയോ? ഓക്കെ. റാങ്കൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/P. P എന്ന് പറയുന്നത് റാങ്കൈൻ ലോഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1/P യൂളർ, അതായത് യൂളേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് പ്ലസ് 1/PC. PC എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡ്. ഇതാണ് റാങ്കൈൻസ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് കിട്ടുന്ന ലോഡാണ് നമുക്ക് എന്ത് റാങ്കൈൻസ് ലോഡ് എന്ന് പറയുന്നത്. അതായത് കോളം എന്ന് പറയുന്നത് ഷോർട്ട് കോളം ക്രഷിംഗ് ഫെയിലിയർ, ലോങ് കോളം ബക്ലിംഗ്. ഓക്കെ. അപ്പൊ ഈ രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള മെത്തേഡാണ് എന്ത് റാങ്കൈൻ മെത്തേഡ്. അതുകൊണ്ടാണ് ഇക്വേഷനിൽ രണ്ട് ലോഡും കൺസിഡർ ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് കോളം ബക്ലിങ്ങിലും ഫെയിൽ ആവും, ക്രഷിങ്ങിലും ഫെയിൽ ആവും. ഇന്റർമീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ ഇത് രണ്ട് നേച്ചർ ഓഫ് ഫെയിലിയറും ഒരേ സമയം സംഭവിക്കാം. അപ്പൊ ഇത് യൂളർ ലോഡിൽ അത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ആദ്യ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് റാങ്കൈൻസ് മെത്തേഡ്. യൂളറാണ് ആദ്യം ലോങ് കോളം ഫെയിലിയർ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ക്രഷിംഗ് ഫെയിലിയറും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് റാങ്കൈൻ കണ്ടെത്തിയതാണ് റാങ്കൈൻസ് ഫോർമുല. ഓക്കെ അല്ലേ? ഇക്വേഷൻ ഇതാണ്. ചോദിച്ച ആൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടെ. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. The ratio of theoretical critical buckling load for a column with fixed ends
to that of another column with the same dimension and material but with pinned ends is equal to. നമ്മൾ ആ നേരത്തെ ടേബിൾ എഴുതി അതൊന്ന് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് കേസിൽ വിത്ത് for a buckling column with fixed ends and another with pinned ends. നമുക്കറിയാം P critical is equal to pi square EI by LE whole square. ഇവിടെ പൈ കോൺസ്റ്റന്റ് ആണ്, ഇ കോൺസ്റ്റന്റ് ആണ്, ഐ കോൺസ്റ്റന്റ് ആണ്, സെയിം മെറ്റീരിയൽ. എല്ലിക്ക് മാത്രം ഡിഫറൻസ് ഉണ്ടാവും. ഫസ്റ്റ് കേസിൽ ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ്. സോ എൽ ഇ ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 2. സോ പി സി ആർ 1 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ പി സി ആർ 1 ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by LE square, that is L by 2 whole square, that is proportional to 4 by L square. ഇനി അടുത്ത കേസിൽ PCR2 both ends pinned. both ends pinned ആവുമ്പോൾ എല്ലിന്റെ വാല്യൂ എന്താ? 1.0 L തന്നെ. അപ്പോൾ 1 by L square, that is PCR proportional to 1 by L square. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് കേസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് കേസ് തമ്മിലുള്ള റേഷ്യോ ഇസ് ഈക്വൽ ടു 4 by L square divided by 1 by L square. ആൻസർ 4. ഓക്കെ അല്ലേ? ഇക്വേഷൻ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ. എല്ലിന്റെ വാല്യൂ ഫിക്സഡ് ആവുന്ന കേസിൽ L by 2, both ends hinged ആവുന്ന കേസിൽ 1L hinged. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ എഫക്റ്റീവ് ലെങ്ത്തിന്റെ വാല്യൂസ് അറിയണമെന്നേ ഉള്ളൂ. കോളത്തിൽ നിന്ന് അതേ പഠിക്കാനുള്ളൂ. എഫക്റ്റീവ് ലെങ്ത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും യൂളർ ലോഡ്, റാങ്കിന്റെ ജസ്റ്റ് ബേസിക് ഇക്വേഷൻസ് ഒക്കെ തന്നെ പഠിക്കാനുള്ളൂ പി എസ് സിക്കൊക്കെ. പി എസ് സി കഴിഞ്ഞ PWD ഇറിഗേഷൻ സെയിം പോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പക്ഷെ അതിൽ ലോഡാണ് ചോദിച്ചത്. ഫിക്സഡ് ആവുന്ന കേസിൽ എത്ര ടൈംസ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നത്, 4 ടൈംസ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അത് റെഗുലറായിട്ട് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോളം പാർട്ടെന്ന്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കോളം കഴിഞ്ഞു. ഇനിയുള്ളത് ട്രസ് എന്നാണ്. ട്രസ് എന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇൻ ദ പിൻ ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം. പിൻ ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ് തന്നെ, 2D ട്രസ്സിനാണ് പിൻ ജോയിന്റ് പ്ലെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മൾ ട്രസ്സിന്റെ ഒരു അസംഷൻ ആണ് എല്ലാ ജോയിന്റ്സും എന്താണ്, ഹിഞ്ചഡ് ആണെന്നുള്ളത്. ഓക്കെ, എല്ലാ ഇഞ്ചും, അതുകൊണ്ടാണ് പിൻ ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം എന്ന് പറയുന്നത് 2D ട്രസ്. ഫോഴ്സ് ഇൻ ദ മെമ്പർ ബി ഡി. മെമ്പർ ബി ഡിയിലെ ഫോഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെമ്പർ ബി ഡി. അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഭൂരിഭാഗം സമയത്തും പെർഫെക്റ്റ് ട്രസ് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം അത് പെർഫെക്റ്റ് ട്രസ് ആണോ അല്ലെങ്കിൽ റിഡൻഡന്റ് ട്രസ് ആണോ ഡെഫിഷ്യന്റ് ട്രസ് ആണോ എന്നൊക്കെ ഉള്ളത്. ഡെഫിഷ്യന്റ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എണ്ണം ഇക്വിലിബ്രിയത്തിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അത് സ്റ്റേബിൾ അല്ല. അതുപോലെ തന്നെ റിഡൻഡന്റ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ട്രസ്സിനേക്കാളും നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് മെമ്പേഴ്സ് M is equal to 2J minus 3 പ്ലെയിൻ ട്രസ്സിന്റെ കേസിൽ. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 മെമ്പേഴ്സ്. 5 is equal to 2J. നമ്പർ ഓഫ് ജോയിന്റ്സ് 1 2 3 4. ഇവിടെ 4. 2 into 4
മൈനസ് 3 എത്ര വരും 5. ഈ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും പെർഫെക്റ്റ് ട്രസ് പെർഫെക്റ്റ് ആണ്. നമുക്ക് അനലൈസ് ചെയ്യാം. ഇനി m ലെസ് ദാൻ 2j മൈനസ് 3 ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് റിഡണ്ടന്റ് ഡെഫിഷ്യന്റ് ട്രസ്. ഡെഫിഷ്യന്റ് അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറവാണ്, അതുകൊണ്ട് ഡെഫിഷ്യന്റ്. m ഗ്രേറ്റർ ദാൻ 2j മൈനസ് 3 ആണെന്നുണ്ടെങ്കിൽ റിഡണ്ടന്റ് ട്രസ്. അപ്പോൾ എത്രയാണ് ട്രസിന്റെ ബേസിക് കാര്യങ്ങൾ. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ജോയിൻസ്. പിന്നെ എപ്പോഴും സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ട്രസ് ആണോ നോക്കണം, അതായത് സപ്പോർട്ട് കണ്ടീഷൻസ് വെച്ചിട്ട്. ഇത് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ആണ് ഇപ്പോൾ ഈ പറഞ്ഞ വാല്യൂ. ഇനി എക്സ്റ്റേണൽ ഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സപ്പോർട്ട് കണ്ടീഷൻസ് സ്ട്രക്ചറൽ അനാലിസിസിലും അതുപോലെ ബേസിക് എംഒഎസിലും വരുന്ന കാര്യം തന്നെ. അപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ടാണ് നമുക്ക് പെർഫെക്റ്റ് ട്രസ് ആണ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോർമൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ബി ഡി മെമ്പറിലെ ഫോഴ്സ് ആണ്. അപ്പോൾ ബി ഡി മെമ്പറിലെ ഫോഴ്സ് കാണാൻ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിന്റ് ഈ ജോയിന്റിൽ അപ്ലൈ ചെയ്യുന്നു. ആ ജോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും നോക്കാം. ആ ജോയിന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ വരക്കുക. ഇതാണ് ആ ജോയിന്റ്. ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. നമ്മൾ മെത്തേഡ് ഓഫ് ജോയിന്റിൽ രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണുള്ളത്. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഫോഴ്സിന്റെ നെയിം എന്ന് പറയുന്നത് എഫ് ബി ഡി. എപ്പോഴും നമ്മൾ ജോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ടെൻഷൻ ആയിട്ട് അസ്യൂം ചെയ്യുക, അതായത് എവേ ഫ്രം ദി ജോയിന്റ് എപ്പോഴും എവേ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്രഷൻ ആണെന്ന് കിട്ടും. എപ്പോഴും ജോയിന്റ് എവേ ആയിട്ട് എടുത്ത് അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജോയിന്റ് ടെൻഷൻ ആയിട്ട് അസ്യൂം ചെയ്യുക. ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ കംപ്രഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും, പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ടെൻഷൻ തന്നെയാണ് നമ്മൾ അസ്യൂം ഡയറക്ഷൻ കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റിലെ ബി എന്ന് പറയുന്ന പോയിന്റിലെ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം, അതായത് എഫ് വൈ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? എഫ് ബി ഡി എന്ന് പറയുന്ന ടെൻഷൻ ഫോഴ്സ് ഉണ്ട്. ടെൻഷൻ ഫോഴ്സ് ഞാൻ മുകളിലോട്ടുള്ളത് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എഫ് ബി ഡി പ്ലസ് വേറെ ഏതെങ്കിലും ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോ ഉണ്ടോ? വൈ ഡയറക്ഷനിലുണ്ടോ? ഇല്ല, വേറെ ഒരു ഫോഴ്സും ഇല്ല. 0, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ബി ഡി ഇസ് ഈക്വൽ ടു 0. ഇതൊരു 0 ഫോഴ്സ് മെമ്പർ ആണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒരു ഇംഗ്ലണ്ട് ഡയറക്ഷനിലാണെങ്കിൽ പോലും 3 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ എക്സ്റ്റേണൽ ലോഡൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ടില്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള മെമ്പേഴ്സിൽ അല്ലെങ്കിൽ അതിന് ആംഗിൾ ആയിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ വരുന്ന മെമ്പറിൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, അത് 0 ഫോഴ്സ് മെമ്പർ ആയിരിക്കും. ഈ എക്സാമ്പിൾ പെർപെൻഡിക്കുലർ ആണ്, ഈ രണ്ട് മെമ്പറിന് പെർപെൻഡിക്കുലർ ആണ് ബി ഡി എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്ന രണ്ട് മെമ്പേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബി ഡി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന വേറെ എക്സ്റ്റേണൽ ലോഡൊന്നുമില്ല. എക്സ്റ്റേണൽ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ബി ഡി ഫോഴ്സ് 0 ആയിരിക്കും. അത് എന്താ നമ്മളെ മെത്തേഡ് ഓഫ് ജോയിന്റ് വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കേസിൽ ഇവിടുത്തെ ഈ മെമ്പറിലെ ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വില്ലിയർഡ്-മോർ ഡയഗ്രാം yield? മീൻസ് വില്ലിയർഡ്-മോർ ഡയഗ്രത്തിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്?
അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പിൻ ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം, അതായത് ട്രസ്സുകളുടെ ജോയിന്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ഒരു ട്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വില്യർഡ് മോർ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റുകളൊക്കെ എത്രയാണെന്നുള്ളത് ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വില്യർഡ് മോർ ഡയഗ്രത്തിന്റെ പ്രത്യേകത. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. വില്യർഡ് മോർ ഡയഗ്രാം നമ്മൾ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്രസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ആ വില്യർഡ് മോർ ഡയഗ്രാം വെച്ചിട്ട് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ഈ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയുള്ള റൊട്ടേഷൻ, അങ്ങനത്തെ എല്ലാ വാല്യൂസും നമുക്ക് ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വില്യർഡ് മോർ ഡയഗ്രാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 25 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. 25 ക്വസ്റ്റ്യൻസിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞത് അധികം പ്രീവിയസ് ഇയർ ESE ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് PSCക്ക് ചോദിക്കൂല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ PWD എക്സാമിന് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി അത് പല ടെക്സ്റ്റ് ബുക്കുകളിലും, RK ബൻസാൽ ടെക്സ്റ്റ് ബുക്ക്, ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ടായിരുന്ന ഡയറക്റ്റ് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് 12 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് പക്ഷെ എക്സാമിന് ചോദിച്ചു, ക്വസ്റ്റ്യൻ ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആൻസർ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക. കാരണം ഇത് ഒരു പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ കഴിയും. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം വേറെ ആരും ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അത് നിങ്ങളെ റാങ്ക് ചിലപ്പോൾ അത്രത്തോളം മുന്നോട്ട് വരും, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ്. ട്രാപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം PWD അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സൈഡ് എക്സാം, ടെക്നിക്കൽ എക്സാമുകൾക്ക് ആദ്യം മുമ്പ് GK ഉണ്ടായിരുന്നു. GK കഴിഞ്ഞ 2016-15 കഴിഞ്ഞ PWD ഇറിഗേഷൻ എക്സാമുകൾക്കൊക്കെ GK ഉണ്ടായിരുന്നു. പക്ഷെ 2019 ഓർഡർ ഇറക്കി GK ടെക്നിക്കൽ എക്സാം ഒന്ന് ഒഴിവാക്കി. അപ്പോൾ വേറെ മാർഗ്ഗമില്ല ആളുകളെ എന്താണ് പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പേരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയാൽ മതിയാവും. അപ്പോൾ അവരെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ, മീൻസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ട്രാപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ ചിലപ്പോൾ അതിലെല്ലാം ഇക്വേഷൻസും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അറിയുന്ന അത്യാവശ്യം പഠിച്ചൊരു കറക്റ്റായിട്ട് പഠിക്കുന്ന എന്നല്ല, അത്യാവശ്യം പഠിച്ച ഒരാൾ എന്ത് ചെയ്യും, അയ്യോ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാ ഇക്വേഷനും അറിയാം, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു 5 മിനിറ്റ് അതിന്മേൽ പോകും. 5 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള 6-7 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള സമയമായിരിക്കും. 6-7 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള സമയം അവിടെ പോയി. എന്തായി, പിന്നെ ആകെ ടെൻഷനായി, ആ എക്സാം പോയി. ആ എക്സാം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി കോൺസെൻട്രേഷനോടുകൂടി എഴുതാൻ പറ്റില്ല, ആകെ ടെൻസ്ഡായി, നമ്മളെ ആ ഒരു മൂഡ് തന്നെ ആകെ പോകും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ലീവ് ചെയ്ത് വിടുക. ഫസ്റ്റ് ഒരു 45 സെക്കൻഡിനുള്ളിൽ വായിച്ചിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഇത് ഞാൻ പറയുന്ന കേസ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി നിങ്ങൾ പഠിച്ചു, ഏകദേശം എല്ലാം അറിയാം, എന്തായാലും അടുത്ത റാങ്ക് ലിസ്റ്റിൽ കയറണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി പഠിച്ച് പോകുന്ന ഒരാളുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ആദ്യം വിടുക, എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞതിന് ശേഷം പിന്നെ സമയം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അതും വൈൽഡ് ഗസ് ഒഴിവാക്കുക. കാരണം പല ഓപ്ഷൻസും വളരെ അടുത്തുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ PWD എക്സാമിന് ആ ചോദിച്ച ഓപ്ഷൻസ് ഒന്ന് 1.07, പിന്നെ ഒന്ന് 1.6 സംതിങ്, അങ്ങനെ അടുത്തടുത്ത് ഡെസിമൽ പോയിന്റ് പോലും വളരെ അടുത്തായിരുന്നു. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ക്വസ്റ്റ്യനോട് പ്രത്യേക അട്രാക്ഷനോ അല്ലെങ്കിൽ തോന്നിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ വെയിറ്റേജ് ആയ കാരണം ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം ലീവ് ചെയ്ത് പോയി പിന്നീട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്ത് നല്ല ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ലീവ് ചെയ്യുക. ഓക്കെ, ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്,
slenderness ratio 30-80 HLA steel കോളം പറയുന്നു, ചിലതിൽ 120 കാണുന്നുണ്ട്. അവ ഈ ഇത് പല ഭാഗത്തും ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ BC പുണ്യ ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്. അതിൽ 30-80 ആണ്. 80 എന്ന് പറഞ്ഞ 80ന്റെ മേലുള്ളതാണ് ലോങ് കോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലിന് 320 MP ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് 80 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി 83 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അത് റൗണ്ട് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, PCR is equal to pi square EI by L square എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പൈ സ്ക്വയർ ഇ ഇൻറ്റു എ ആർ സ്ക്വയർ എന്ന് എഴുതാം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. നമുക്ക് വേണ്ടത് ഈ PCR ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സിഗ്മ ക്രഷിംഗ്, അതായത് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. PCR by A which is equal to pi square E into R square divided by L square. ഈ L square by R square, ഈ R square താഴോട്ട് വന്നു. ഈ R square താഴോട്ട് വന്നപ്പോൾ എന്ത് വരുന്നു? സിഗ്മ CR is equal to pi square E divided by L by R square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ. ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ. ലാംഡ സ്ക്വയർ is equal to pi square E divided by sigma critical. ഓക്കെ, ഞാനത് ജസ്റ്റ് റബ്ബ് ചെയ്യുന്നുണ്ട്. സിഗ്മ ക്രിട്ടിക്കൽ. ഇനി ലാംഡ is equal to റൂട്ട് ഓഫ് ദിസ് വാല്യൂ. പൈ സ്ക്വയറിന്റെ വാല്യൂ അറിയാം. സ്റ്റീലിന്റെ ഇന്റെ വാല്യൂ 10⁻2 into 10⁻5 ഡിവൈഡഡ് ബൈ 320 റൂട്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, കാൽക്കുലേറ്റർ ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി കിട്ടുന്ന വാല്യൂ 78.5 ആണ്. എനിക്ക് തോന്നുന്നത് 320 അല്ല 310 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 300 to 320 ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് വരുന്നത് ഈ സ്റ്റീലിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ 78.5 to 83 പോയിന്റ് സംതിങ്ങിന്റെ ഇടയിൽ കിട്ടും. അത് റൗണ്ട് ചെയ്തിട്ടാണ് 80 എന്നുള്ള വാല്യൂ വന്നിട്ടുള്ളത്. എപ്പോഴും മൈൽഡ് സ്റ്റീലിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സ്ലെൻഡർനെസ് റേഷ്യോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഇക്വേഷൻ ആണ് അത് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. അപ്പൊ ഇങ്ങനത്തെ പ്രിൻസിപ്പിളുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സോൾവ് ചെയ്യാൻ പറ്റും. കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ചോദിച്ച ഡൗട്ട് എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ഫസ്റ്റ് ചോദിച്ച ഡൗട്ട് എന്തായിരുന്നു?
ഫ്രീ എൻഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും അല്ലേ? ഓക്കെ. ക്യാരിങ് UVL. ഓക്കെ. UVL വരുന്ന കേസിൽ തീറ്റന്റെ വാല്യൂ ഫ്രീ എൻഡിലെ തീറ്റ എന്ന് പറയുന്നത് WL³ ഡിവൈഡഡ് ബൈ 24EA. ഓക്കെ. ഡെൽറ്റ എന്ന് പറയുന്നത് WL⁴ ഡിവൈഡഡ് ബൈ 30A. ഇങ്ങനെ ലോഡിങ് വരണം കേട്ടോ. ഫിക്സഡ് എൻഡ് ആണ്. WL രണ്ട് ഇക്വേഷൻസ് തീറ്റ. ഓക്കെ അല്ലേ? രണ്ടും മാക്സിമം ഡെൽറ്റ മാക്സ് തീറ്റ മാക്സ്. ഓക്കെ. ഇന്ന് RCC നോമിനൽ കവർ, എഫക്റ്റീവ് കവർ, ക്ലിയർ കവർ ഡിഫറൻസ് എന്താ? ഓക്കെ, നമുക്ക് RCC ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്താൽ പോരെ? ലെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? WL³/15 WL³/15 ഈ കേസിൽ എന്തിന്? ഡിഫ്ലക്ഷനോ സ്ലോപ്പോ? ഓപ്പോസിറ്റ്. ഈ ലോഡ് ഇങ്ങനെ ലോഡ് വരുന്ന കേസിൽ ഞാൻ കാണാതെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഡിറൈവ് എടുക്കേണ്ടി വരും. ഇതാണോ എനിക്ക് ഉറപ്പില്ല. ഈ കേസിൽ വരുന്ന വാല്യൂസ് ഇതാണ്: WL³ ഡിവൈഡ് ബൈ 24EA ആൻഡ് WL⁴ ഡിവൈഡ് ബൈ 30A. നോക്കിയിട്ട് ഗ്രൂപ്പിലിടാം. WL³ ഡിവൈഡ് ബൈ 15 വരുന്നത് ഏത് കേസിലുണ്ടല്ലോ. Any other question related to strength of materials? ഈ വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളോ ഏതെങ്കിലും മീൻസ് ഏത് സബ്ജക്റ്റ് ആണ് ഇതുപോലെ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണോ വേണ്ടത്, അതോ ഷോർട്ട് തിയറി ഡിസ്കഷൻ ആണോ വേണ്ടത്? തിങ്കളാഴ്ച മൺഡേസ് ഞാൻ റെഡിയാണ്. ഏതാ വേണ്ടത്, ടോപ്പിക് ഏതാ വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്കായിട്ട് വേണോ അതോ ക്വസ്റ്റ്യൻസ് മാത്രമാണോ ഡിസ്കഷൻ വേണ്ടത്? എല്ലാവരും STP പ്രോഗ്രാമിൻ്റെ ആ വീഡിയോസ് കാണണേ. STP യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. STP വീഡിയോ ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. നെക്സ്റ്റ് വീക്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് ആണ് ക്വിസ്. മോക്ക് ടെസ്റ്റിന്റെ ക്വിസ് ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. MOS റിലേറ്റഡ് വേറെ ഡൗട്ട് ഉണ്ടോ? 4 മിനിറ്റും കൂടി ഉണ്ട്. വേറെ ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീക്കെൻഡിലെ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം നെക്സ്റ്റ് വീക്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് STP സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പലരും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് വേണം അതിന് മുമ്പ്, ക്വിസിന് മുമ്പ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ക്ലാസ് കൊടുത്തിട്ട് ക്വിസ് ഫോളോ ചെയ്യാന്നുള്ള ക്വിസ് എന്നുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ STP പ്രോഗ്രാമിൽ എൻ്റെ കൂടെ തന്നെ ആക്കി ക്വിസും. അപ്പോൾ ഇനി ഹൈവേ എഞ്ചിനീയറിംഗിൻ്റെ ക്വിസ് ഉണ്ടാവും സൺഡേ. അപ്പോൾ ബാക്കിയുള്ളത്
എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഏതായാലും ഈ ഇന്നോ നാളെയൊക്കെ ആയിട്ട് റീഷെഡ്യൂൾ ചെയ്ത മോക്ക് ടെസ്റ്റിന്റെ ഷെഡ്യൂൾ ഇടാം. വീക്കിലി ക്യൂസ് ഉണ്ടാവും, ടൈം ടേബിൾ വെച്ചിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഹൈവേ എഞ്ചിനീയറിംഗ് മുന്നോട്ട് കയറി വന്നു. അതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.